ഹലോ നമസ്കാരം. നമ്മുടെ മഴതോരും മുമ്പയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ മനു എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ്. ബാലചന്ദ്രൻ എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് മനുവിൻ്റെ അടുത്ത്. പക്ഷേ മറ്റുള്ളവരൊക്കെ അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ളൊരു ധാരണയിലാണ് ഇരിക്കുന്നത്. പക്ഷേ സത്യമെല്ലാം മനു അറിഞ്ഞ സ്ഥിതിക്ക് മനു അലീനയോട് അതിനെപ്പറ്റി ചോദിക്കുകയും അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എന്നും കൂടെ ഉണ്ടാകും, എന്ത് വന്നാലും നിന്നെ ഞാൻ വിട്ട് കളയത്തില്ല എന്നുള്ളൊരു വാക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിന്നെ ഒഴിവാക്കത്തില്ല, നീ എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ടാണ് അലീനയെ ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെ അതിനൊക്കെ ശേഷം മനു നമ്മുടെ തറവാട്ടിൽ തിരിച്ചെത്തുക, അതായത് കൊല്ലപ്പള്ളിയിലേക്ക് തന്നെ തിരിച്ചെത്തുക കേട്ടോ. അപ്പോൾ അവിടെ വെച്ചുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ്. മനു തിരിച്ചെത്തുമ്പോൾ ബാക്കി എല്ലാവരും അവിടെ ഉണ്ടല്ലോ, അവരൊക്കെ മനുവിനോട് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് മനു സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ സ്റ്റോറിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ മനു കൊല്ലപ്പള്ളിയിൽ തിരിച്ചെത്തുകയാണ്. ആകെ ഒരു ഷോക്കിലാട്ടോ മനു കൊല്ലപ്പള്ളിയിൽ തിരിച്ചെത്തുന്നത്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ എങ്ങനെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം മൊത്തം തകർന്നു പോവില്ലേ ഉള്ളൂ. ഇപ്പോൾ അങ്കിളിൻ്റെ മകളാണെന്ന് അറിഞ്ഞതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വൈജയന്തിയുടെ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബം മൊത്തം തകർന്നു പോകുമെന്നുള്ളത് മനുവിനും ബോധ്യമാവുകയാണ്. അങ്ങനെ മനു വന്ന് കയറുന്ന സമയത്ത് തന്നെ കമല ഓടി ചെല്ലുന്നുണ്ട്. മനു, നീ ബാലചന്ദ്രനെ കണ്ടോ? എന്തായി, എന്താണ് അയാൾ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കട്ടോ. ഞാൻ കണ്ടു, അങ്കിളിനോട് സംസാരിച്ചു എന്ന് പറയണം. എന്താ ബാലചന്ദ്രൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം അമ്മേ, എനിക്കിപ്പോൾ കുറച്ച് റെസ്റ്റ് വേണം, ഞാൻ ആകെ കൺഫ്യൂഷനാണ്, എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ മനു നീ കാര്യം പറ. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ അമ്മ, ഞാനതൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് സംസാരിക്കാം എന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് ശിവേട്ടനും അതുപോലെ മറ്റുള്ളവരൊക്കെ അങ്ങോട്ടേ വരുന്നുണ്ട് കേട്ടോ. നീ കടപ്പാട്ടൂർ പോയിട്ടാണോ മനു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛ എന്ന് പറയണം. എന്നിട്ട് ബാലചന്ദ്രനെ കണ്ട് സംസാരിച്ചോ ചോദിക്കണം. സംസാരിച്ചു വെച്ചാൽ, പക്ഷേ എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ല ഞാൻ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, എനിക്ക് എന്ത് പറയണമെന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷനിലാണ് എന്ന് പറയട്ടോ. അപ്പം വൈജയന്തിയും കൂടി അവിടെ ഉണ്ടല്ലോ. അപ്പം മനു വൈജയന്തിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരമേ വന്നിട്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കണം. ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വൈജയെ നോക്കിക്കൊണ്ട് മനു മുകളിലേക്ക് പോവാട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അവൻ എന്നെ കാണുന്നത് തന്നെ കലിപ്പാണെന്ന പോലെയല്ലോ അവൻ്റെ നോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ വീട്ടിൽ വന്നാലും എന്നോട് ഏത് സമയം തർക്കുത്തരം പറയാനും എതിർത്ത് സംസാരിക്കാനും ഒക്കെ നിൽക്കത്തുള്ളൂ, ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും അവൻ കേൾക്കത്തില്ല എന്ന് പറയാണ് വൈജ. ഞാൻ അവൻ്റെ ആൻറ്റിയല്ലേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടവനല്ലേ അവൻ നേരെ ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആ നശിച്ച പെണ്ണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ വായിച്ച് പറയുമ്പോൾ സാരമില്ല, നോക്കാം, ഇപ്പോൾ എന്താണെങ്കിലും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആയല്ലോ, ഇനി ഒരിക്കലും അവന് ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവനെ എനിക്കറിയാം, അവൻ തെറ്റിൻ്റെ കൂടെ ഒരിക്കലും നിൽക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്താണെങ്കിലും അവൻ ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തി തന്നെ പറയുള്ളൂ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇത്രയും കാലം ഞാനായിരുന്നോ തെറ്റ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് വൈജ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു ആണെങ്കിൽ റൂമിലെത്തിയിട്ട് ആകെ ഡിസ്റ്റർബ്ഡാണ്. ഈ കാര്യങ്ങൾ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു, അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു എന്നൊക്കെ ആകെ മനസ്സ് വിഷമിച്ചാണ് നമ്മുടെ മനു ഇരിക്കുന്നത് കേട്ടോ. അപ്പം മനുവിന് കുറച്ച് ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കണം എന്നുള്ളത് മനുവിന് തോന്നുന്നു. അങ്ങനെ മനു ഒന്ന് ഫ്രഷായി മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശിയാണെങ്കിൽ ആകെ വിഷമിച്ച്, ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ മനു ഒരു ആകെ സങ്കടത്തിലാണ് ചെല്ലുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എപ്പോൾ വന്നു മോനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്ന വഴിയാണ് മുത്തശ്ശി, ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ എന്ന് പറയാണ്. എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിഞ്ഞോ നീ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞു മുത്തശ്ശി എന്ന് പറയണം. എന്നിട്ട് നിനക്കൊന്നും പറയാനില്ലേ, നീ ചോദിച്ചില്ലേ ബാലചന്ദ്രനോട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്ന വഴി കടപ്പാട്ടൂർ പോയി മുത്തശ്ശി, ഞാൻ അങ്കിളിനെ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറയട്ടോ. എന്തൊക്കെയാണ് മോനെ ഇവിടെ സംഭവിക്കുന്നത്, ബാലചന്ദ്രൻ നിന്നോട് എന്താ പറഞ്ഞത്, ഇവിടെ ശിവനും ഒക്കെ വന്നിട്ട് എന്നോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ബാലൻ അങ്ങനെ ഒരിക്കലും ഒരു തെറ്റ് പറ്റത്തില്ലല്ലോ എന്ന് പറയാണ് മനുവിനോട് മുത്തശ്ശി. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മുത്തശ്ശി, ഞാനിപ്പോൾ എന്താ പറയുക, എനിക്കും ആകെ കൺഫ്യൂഷനാണ്, എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല എന്ന് പറയണം. നീ ബാലനോട് സംസാരിച്ചിട്ട് അയാൾ എന്താ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ കുറേ
അങ്ങോട്ടേക്ക് വഴക്ക് പറയുന്ന രീതിയിലാണ് അങ്കിളിനോട് സംസാരിച്ചത്. പക്ഷേ എനിക്ക് ഉറപ്പാണ് അങ്കിളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റത്തില്ല മുത്തശ്ശി, അങ്കിൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയട്ടോ. പിന്നെ എന്തിനാണ് ബാലചന്ദ്രൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? അയാളുടെ മകളാണ് എന്നുള്ളത് അത് അലീനെ സേവ് ചെയ്യാനും ഈ കുടുംബം ഭദ്രമായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് മുത്തശ്ശി എന്ന് പറയാം കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ നീ പറയുന്നതൊന്നും എന്ന് പറയുമ്പോൾ എനിക്കും മനസ്സിലാവുന്നില്ല മുത്തശ്ശി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് മുൻപ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല മുത്തശ്ശി, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ മുത്തശ്ശി എന്നോട് സത്യം പറയുമോ എന്ന് ചോദിക്കുകയാണ്. എന്താ നീ ചോദിക്കുക? നമ്മുടെ വൈജാൻറ്റിക്ക് ആഗ്രയിൽ വെച്ചിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു മുത്തശ്ശി എന്ന് ചോദിക്കുക കേട്ടോ. ആര് പറഞ്ഞു നിന്നോട് ഈ കാര്യങ്ങളൊക്കെ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. വൈജയന്തിക്ക് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് മനു. അത് മനു എന്ന് പറയുമ്പോൾ മുത്തശ്ശി എന്നോട് കള്ളം പറയണ്ട, എന്നോട് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുത്തശ്ശി അലീനയോട് പറഞ്ഞിരുന്നു എന്ന്. അലീന നിന്നോട് അങ്ങനെ പറഞ്ഞോ? എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ. ഞാനത് അവളോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമായിരുന്നു, അവളത് നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇനിയിപ്പോൾ അവളോട് ചോദിക്കാനൊന്നും പോകണ്ട, ഞാൻ അവൾ വഴി അറിഞ്ഞതല്ല, ഞാൻ ചോദിച്ചതിന് മുത്തശ്ശി ഉത്തരം പറ. വൈജയന്തിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. ആ കാലഘട്ടത്ത് ഏത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കാണെങ്കിലും ഒരു പ്രണയമൊക്കെ ഉണ്ടാവത്തില്ലേ? അതുപോലെ ഒരു പ്രണയം ആഗ്രയിൽ വെച്ചിട്ട് വൈജയ്ക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എന്താ മുത്തശ്ശി സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കാനാണ്, പിന്നീട് അവൾ ഇങ്ങോട്ടേക്ക് പോന്നു, ഗംഗാരൻ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയ സമയത്ത് വൈജ നാട്ടിലേക്ക് പോന്നു എന്ന് പറയണം. പിന്നെ എന്തിനാണ് ഒരു വർഷത്തോളം ഇവിടെ തിരുവനന്തപുരത്ത് പോയി താമസിച്ചത് എന്ന് ചോദിക്കുകയാണ് മനു. നീ എന്താ മനു എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ എന്താ ചോദിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചതിന് മുത്തശ്ശി സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. എന്തിനാണ് വൈജയന്തി ഒരു വർഷത്തോളം അവിടെ പോയി താമസിച്ചത്, രാവുണ്ണിയമ്മാമ്മയുടെ വീട്ടിൽ പോയി താമസിച്ചത് എന്ന് ചോദിക്കുകയാണ്. അത് എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഉഴപ്പാൻ നോക്കുമ്പോൾ മുത്തശ്ശി ഉഴപ്പണ്ട മുത്തശ്ശി, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടാണ് ഞാനിവിടെ മുത്തശ്ശിയുടെ മുന്നിലിരിക്കുന്നത്. ഒരു വർഷത്തോളം അവിടെ താമസിച്ചല്ലേ വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടിപ്പോവുക കേട്ടോ. എന്താ മനു നീ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ മുത്തശ്ശി? വൈജയന്തിക്ക് വിവാഹത്തിന് മുൻപ് ഒരു പ്രണയം ഉണ്ടാവുകയും അവരൊരുമിച്ച് താമസിക്കുകയും പിന്നീട് വൈജയന്തി ഗർഭിണിയാവുകയും അത് കഴിഞ്ഞ് അയാൾ ഇട്ടിട്ട് പോയിട്ടല്ലേ നിങ്ങൾ അവിടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് രാവണിയമ്മാമ്മയുടെ വീട്ടിൽ നിർത്തിയിട്ട് വൈജയന്തി അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ, ശാസ്ത്രമംഗലത്തെ ഒരു ഹോസ്പിറ്റലിൽ പ്രസവിച്ചതൊക്കെ എന്ന് മനു കറക്റ്റായിട്ട് പറയുമ്പോൾ മുത്തശ്ശിക്ക് ഒന്നും തിരിച്ച് പറയാനില്ല ല്ലാത്തൊരവസ്ഥ കേട്ടോ. മനു നീ പറയുന്നത്, ഞാൻ പറയുന്നതൊക്കെ സത്യമല്ലേ മുത്തശ്ശി? എന്നോട് ഇനിയെങ്കിലും സത്യം പറ മുത്തശ്ശി, എനിക്ക് ഇനി ഇതിൻ്റെ ഈ വിഷമങ്ങളൊന്നും താങ്ങാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയാണ് മനു. മുത്തശ്ശിയാണെങ്കിൽ മനുവിനോട് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. മുത്തശ്ശി എന്താ ഒന്നും പറയാത്തത്, ഞാൻ ചോദിച്ചത് സത്യമല്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് മനു. അതേ മോനെ നീ പറഞ്ഞതൊക്കെ സത്യമാണ്, അങ്ങനെ ഒരു അബദ്ധം വൈജയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയണേ. നീ ഇതൊക്കെ ഇപ്പം എങ്ങനെ അറിഞ്ഞു മോനെ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്നോട് പറഞ്ഞത് ആരാണെന്ന് മുത്തശ്ശിക്ക് അറിയണം. ഇതൊക്കെ എന്നോട് പറഞ്ഞത് വൈജയന്തിയുടെ ഭർത്താവാണ് എന്ന് പറയട്ടോ. ബാലചന്ദ്രൻ അങ്കിളാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറയണേ. മുത്തശ്ശി ആകെ തകർന്നു പോണ്. ബാലൻ ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? എൻ്റെ ദൈവമേ, ഇനി എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണോ ഇവിടെ ഇത്രയും നാൾ ജീവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല മുത്തശ്ശി, അങ്കിൾ ഇപ്പോൾ അത് അറിഞ്ഞിട്ട് കുറച്ച് നാളേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അങ്കിളിന് അറ്റാക്ക് വന്നില്ലേ, അങ്കിൾ 2 ദിവസം ഇവിടെ നിന്ന് മാറിപ്പോയില്ലേ, അതിൻ്റെ അന്ന് അങ്കിൾ ഇവിടെ നിന്ന് പോണ അന്നാണ് അങ്കിൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അന്നാണ് അങ്കിൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് പോയത് എന്ന് പറയാട്ടോ. ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് അവൻ എങ്ങോട്ട് പോയി? കഴക്കൂട്ടത്തിന് പോയോ അതോ ശാസ്തമംഗലത്ത് പോയോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അവിടേക്കൊന്നുമല്ല പോയത്. മുത്തശ്ശിയുടെ മൂത്ത മകനില്ലേ ഗംഗാധരൻ അങ്കിൾ, അങ്ങോട്ടേക്കാണ് അങ്കിള് പോയത്. ഗംഗാധരൻ വല്യച്ഛൻ്റെ അടുത്തേക്കാണ് അങ്കിള് പോയത്. അവിടെ പോയിട്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് 2 ദിവസത്തിന് ശേഷം അങ്കിള് വീട്ടിൽ തിരിച്ചെത്തിയത്. അതിൻ്റെ ആ ഒരു ആഘാതത്തിലാണ് അങ്കിളിന് അറ്റാക്ക് സംഭവിച്ചത് എന്നൊക്കെ പറയണം. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി ആകെ ഷോക്കഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് മനു നീ പറയുന്നത്? അപ്പോൾ ഗംഗാധരൻ അന്ന് വന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ പറയും അമ്മ, എങ്ങനെ പറയും മുത്തശ്ശി? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് വൈജയന്തി നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടില്ലേ മുത്തശ്ശിയോട്, ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ പിന്നെ എങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ വൈജയന്തി അറിയിക്കും, മുത്തശ്ശി അറിയിക്കും? എന്നോടെങ്കിലും അവർക്കൊന്ന് പറയാമായിരുന്നില്ലേ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ളത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ ആ മുത്തശ്ശിയോട് പോലും പറയാതിരുന്നതിന് അവർക്കൊരു കാരണം ഉണ്ടാവും. ഒരിക്കലും ആരോടും ബാലചന്ദ്രൻ അങ്കിൾ ഈ കാര്യം അറിഞ്ഞ വിവരം ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആരോടും പറയാതെ തിരിച്ചു പോയത് എന്ന് പറയാണ്. അപ്പോൾ
ഇതൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ള ആ ഒരു ഷോക്കിലാണ് മുത്തശ്ശി ഇരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ മനു? അതിൻ്റെ പേരിലാണോ അലീനയെ അവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത് വൈജിയോട് വാശി തീർക്കാനായിട്ട്? അലീനയെ വിടാതിരുന്നിട്ട് അങ്ങനെ വൈജിയോട് വാശി തീർക്കുകയാണോ ബാലചന്ദ്രൻ എന്നെ ചോദിക്കുമ്പോൾ മുത്തശ്ശി എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അന്ന് ആ കുഞ്ഞിന് എന്താ മുത്തശ്ശി സംഭവിച്ചത് എന്ന് ചോദിക്കുക കേട്ടോ. അന്ന് ആ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചു പോയി എന്നാണ് ഞങ്ങൾ വൈജിയോട് പറഞ്ഞത്. പക്ഷേ നിൻ്റെ മുത്തശ്ശനും രാവണിയേട്ടനും കൂടിയിട്ട് ഒരു ഓർഫനേജിൽ കൊണ്ടുചെന്ന് ആക്കുകയാണ് ചെയ്തത് എന്ന് പറയട്ടോ. എന്നിട്ടോ എന്ന് മനു ചോദിക്കുമ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയി എന്നാണ് രാവണിയേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയണം. എന്നാൽ അത് കള്ളമാണ് മുത്തശ്ശി, ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല, ആ കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്ന് പറയണം. അപ്പോൾ അതുകൂടി കേട്ടപ്പോൾ മുത്തശ്ശി ആകെ തകർന്നു പോണു. എന്തപ്പം മനു നീ പറയുന്നത്? അതേ മുത്തശ്ശി, ഞാൻ സത്യമാണ് പറയുന്നത്. ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ട്, ഇന്നും ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ കൺമുന്നിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനു നീ പറയുന്നത് എന്ന് പറയണം. അന്ന് ആ ബ്രിജിത്താമ്മ ഇവിടെ മുത്തശ്ശനെ കാണാൻ വന്ന് പോയതിന് ശേഷം മുത്തശ്ശൻ ആകെ അപ്സെറ്റായിരുന്നു. മുത്തശ്ശൻ എന്നോട് ധൃതിപ്പെട്ടാണ് പറഞ്ഞത് നമുക്ക് കഴക്കൂട്ടം വരെ പോകണം എന്നുള്ളത്. അങ്ങനെ മുത്തശ്ശൻ്റെ കൂടെ ഞാൻ പോയി തിരിച്ചു പോന്നു. ഏതിനാന്നൊന്നും മുത്തശ്ശൻ എന്നോട് പറഞ്ഞില്ല. തിരിച്ചു വരുമ്പോൾ മുത്തശ്ശൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ഇനി അഥവാ അടുത്ത പ്രാവശ്യത്തേക്ക് മുത്തശ്ശൻ ഇല്ലാതായി പോയാലും അവളെ ഒരിക്കലും വിട്ട് കളയരുത് അലീന, അവളെ ചേർത്ത് പിടിക്കണം, അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം, അവളെ ഞാൻ ദത്തെടുത്തേക്കാണ് എന്നാണ് മുത്തശ്ശൻ എന്നോട് പറഞ്ഞത്. ദത്തെടുക്കുക, അതെ ദത്തെടുക്കുക എന്നാണ് മുത്തശ്ശൻ എന്നോട് പറഞ്ഞത്. അല്ലാതെ ഒരു വേലക്കാരിയായിട്ടല്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഇവിടുത്തെ ജോലി കഴിഞ്ഞാലും എൻ്റെ കൺമുന്നിൽ തന്നെ അവൾക്കൊരു ജോലി വാങ്ങിക്കൊടുത്ത് നിർത്തണമെന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയാട്ടോ. അതും ഇതൊക്കെ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി, അന്ന് വൈജയന്തി പ്രസവിച്ച ആ കുഞ്ഞാണ് ഇന്ന് നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കുന്ന അലീന എന്ന് പറയണം. അത് കേട്ടത് മുത്തശ്ശി ആകെ ഷോക്കാവും കേട്ടോ. എന്താ മനു നീ പറയുന്നത്? അതേ മുത്തശ്ശി, അലീന ആ കുഞ്ഞാണ്. എല്ലാം അറിഞ്ഞിട്ടാണ് അലീന ഇങ്ങോട്ടേക്ക് വന്നത്. അലീന അവളുടെ അമ്മയുടെ അടുത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഒക്കെയാണ് വരുന്നതെന്ന് അവൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതെല്ലാം സഹിച്ചും വൈജയന്തിയുടെ കുത്തുവാക്കുകളും ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ സഹിച്ച് അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് അവളുടെ അമ്മയാണ്, അവളുടെ മുത്തശ്ശിയാണ്, മുത്തശ്ശി അവളുടെ സ്വന്തം മുത്തശ്ശിയാണ് എന്നൊക്കെയുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രനെ അറിയാവോ അലീനയാണ് അവളുടെ കുഞ്ഞെന്ന്? അറിയാം മുത്തശ്ശി, അങ്കിളാണ് ഈ സത്യങ്ങളൊക്കെ ആദ്യം തന്നെ അറിഞ്ഞത്. അത് മനസ്സിലാക്കാനാണ് അങ്കിൾ നീലഗിരിയിൽ പോയതും സത്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ചു വന്നതും എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി എല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു മോനെ, എനിക്ക് വയ്യ, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? ഇത് വൈജി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ആൻറ്റി അറിയരുത് മുത്തശ്ശി, ഒരിക്കലും ആൻറ്റിയോട് ഈ കാര്യങ്ങളൊന്നും പറയുകയും ചെയ്യരുത്. പറയാതിരുന്നാൽ എങ്ങനെ അവൾ വീണ്ടും ആ അലീനയെ ഉപദ്രവിക്കില്ലേ, വീണ്ടും തെറ്റിദ്ധരിക്കില്ലേ ചോദിക്കുമ്പോൾ അതിനൊക്കെ അങ്കിൾ എന്തൊക്കെയോ വഴി കണ്ടെത്തിയിട്ടുണ്ട്. മുത്തശ്ശി ഒരിക്കലും ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കുകയും വേണ്ട, അറിഞ്ഞതായിട്ട് വെക്കുകയും വേണ്ട എന്ന് പറയണം മനു. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആകെ പെട്ടുപോയൊരവസ്ഥയിലാണ്. എന്നാലും മനു, അവൾ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അവൾ എന്നോട്, ഞാൻ ഒരുപാട് അവളെ സ്നേഹിച്ചതല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയോടൊരു വാക്ക് പറഞ്ഞില്ല. അവളെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാനല്ലേ, ഏറ്റവും കൂടുതൽ മുത്തശ്ശി പോലും അവൾക്കെതിരെ നിന്നപ്പോൾ അവൾക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചത് ഞാനല്ലേ, എന്നോട് പോലും അവൾ പറഞ്ഞില്ല, ആരോടും ഒരു കാര്യം അവൾ പറഞ്ഞു. പിന്നെ അവൾ ബാലചന്ദ്രനോട് എങ്ങനെ പറഞ്ഞത്? അങ്കിളിനോടും അവൾ പറഞ്ഞതല്ല, അങ്കിൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇടയ്ക്ക് മുത്തശ്ശിയുടെ ഫോൺ വന്നിട്ട് അങ്കിൾ വാങ്ങിക്കാറുണ്ടായിരുന്നോ? വാങ്ങിക്കാറുണ്ടായിരുന്നു. അതിൽ അലീനയും രേവതിക്കുട്ടിയും തമ്മിൽ സംസാരിച്ച ഫോൺ സംഭാഷണം അങ്കിൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോൾ റെക്കോർഡിങ്സിലൂടെയാണ് അങ്കിൾ ഇതൊക്കെ മനസ്സിലാക്കിയത് എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രന് ആദ്യമേ സംശയം തോന്നിയിരുന്നു ചോദിക്കുമ്പോൾ അലീന ആക്സിഡൻ്റ് ആയി കിടന്ന സമയത്ത് അലീന ഫോണിലൂടെ സംസാരിക്കുന്നത് അങ്കിൾ കേട്ടായിരുന്നു. അത് അവിടുന്ന് ഒരു സംശയം തോന്നിയതിന് ശേഷമാണ് മുത്തശ്ശിയുടെ ഫോണിൽ ഇങ്ങനെ കോൾ റെക്കോർഡിങ്സ് ഓണാക്കിയതും അതുവഴി അലീന വൈജയന്തിയുടെ ആൻറ്റിയുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞതും എന്ന് പറയണം. എൻ്റെ ദൈവമേ, ഇതൊന്നും അറിയാതെയാണല്ലോ നമ്മളൊക്കെ അവളോട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു വൈജയ്ക്ക് എല്ലാവരും. ഇനി ഇതൊക്കെ എങ്ങനെ പരിഹാരം കാണുമെന്ന് ചോദിക്കാണ് മുത്തശ്ശി. തൽക്കാലം മുത്തശ്ശി ഇതൊന്നും അറിഞ്ഞതായിട്ട് വെക്കണ്ട, ഞാൻ മുത്തശ്ശിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മുത്തശ്ശി ഇത് ഒരാളോടും പറയാനും നിൽക്കണ്ട എന്ന് പറഞ്ഞ് മനു മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിനുശേഷം മനു പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് വൈജയന്തി വരുന്നുണ്ട്. വൈജയന്തി വന്നിട്ട് അമ്മ ഞാൻ പോവുകയാണ്, എനിക്ക് വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നീ പോയിട്ട് നീ അവിടെ എന്ത് ചെയ്യാൻ പോകാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ബാലചന്ദ്രനെ കാണണം, അവളെ കാണണം, എന്തൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്, ഇതൊന്നും ഞാൻ അംഗീകരിച്ച് കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളിയായിട്ട് വരുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ അവരുടെ നേരേക്ക് കൈ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലും ചൂണ്ടുന്നത് നിൻ്റെ നേരേക്കാണെന്ന് നീ ഓർക്കണം, ബാലചന്ദ്രൻ്റെ നേരെ നീ കൈ ചൂണ്ടുമ്പോൾ ഓർക്കണം, അമ്മ എന്തൊക്കെയാണ് പറയണത് എന്ന് പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നീ മറന്നുകൊണ്ട് പ്രവർത്തിക്കരുത്. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, അതിന് ഇങ്ങനൊരു ഇതൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ്റെ മകളെ കൂടി ഞാൻ അംഗീകരിക്കണം എന്ന് ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി മുത്തശ്ശിയോട് അങ്ങനെയൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ നിൻ്റെ കുഴി സ്വയം തോണ്ടാണ് വൈജയ്, നീ ഒരിക്കലും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഇപ്പോൾ വീണ്ടും അവളുടെ സൈഡായി അല്ലേ? എനിക്കറിയാം എല്ലാവരും അവളുടെയും ബാലൻ്റെയും സൈഡിൽ നിൽക്കുള്ളൂ നിങ്ങളൊക്കെ. അതുകൊണ്ട് എൻ്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് വൈജയന്തി അവിടെ നിന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ്.